നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല, കാരണം അതിൻ്റെ ആൻസർ നിങ്ങൾ ഡയറക്റ്റ് എഴുതിക്കൊള്ളുക. സർഫസ് ടെൻഷൻ is directly proportional to density. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് used to measure surface tension of a liquid. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ സർഫസ് ടെൻഷൻ യൂസ് ചെയ്യുന്നത്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സ്റ്റാലക്കോമീറ്റർ. സ്റ്റാലക്നോമീറ്റർ. നെക്സ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ. ഈ സ്റ്റാലക്നോമീറ്റർ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതിയത്. ഓസ്മോട്ടിക് പ്രഷർ depends on which of the following? Option: solute size, type of solvent, number of solute particles, temperature of solvent only. Next എന്ന് പറയുന്നത് the answer, the number of solute particles ആണ് ആൻസർ. number of solute particles നോട്ട് ചെയ്യണേ. number of solute particles. ഇത് എഴുതിയോ? അപ്പോൾ സർഫസ് ടെൻഷൻ is directly proportional to density. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടി? സ്റ്റാലക്നോമീറ്റർ. ഓസ്മോട്ടിക് പ്രഷർ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് ദ സൊലൂട്ട് പാർട്ടിക്കിൾസ്. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സർഫസ് ടെൻഷൻ പഠിച്ചപ്പോൾ ആ കൂടെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫെമിലിയർ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രോപ്ലെറ്റ് ഫോർമേഷൻ ഓഫ് വാട്ടർ? ഏതാണ് ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഏതാണ് ആൻസർ അറിയാമോ? റെസ്പോൺസിബിൾ ഫോർ ഡ്രോപ്ലെറ്റ് ഫോർമേഷൻ ഓഫ് വാട്ടർ. ആൻസർ അറിയാമോ? ഏത് ഫോഴ്സ് ആണ്? ഫോളോയിങ് ഫോഴ്സ് ഈസ് സർഫസ് ടെൻഷൻ. നെക്സ്റ്റ് ഏത് കണ്ടീഷനിലാണ് which of the following condition is caused when RBC placed in a hypertonic solution. RBC hypertonic solution എന്താ സംഭവിക്കുക? ഹീമോലൈസിസ്, പ്ലാസ്മോലൈസിസ്, ക്രിനേഷൻ. എന്താ സംഭവിക്കുക ഹൈപ്പർട്ടോണിക്കിലാണെങ്കിൽ? ഹീമോലൈസിസ്, പ്ലാസ്മോലൈസിസ്, ക്രിനേഷൻ. ആൻസർ ക്രിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. ഓസ്മോട്ടിക് പ്രഷർ
Osmotic pressure of blood is primarily maintained by ഏതാണ്? കാൽസ്യം അയോൺ, പൊട്ടാസ്യം അയോൺ, ആൽബമിൻ, ഗ്ലൂക്കോസ്. ഏതാണ് ഓസ്മോട്ടിക് പ്രഷർ? കൊളോയിഡിലെ ഓസ്മോട്ടിക് പ്രഷറും ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്ലൂക്കോസ്, കാൽസ്യം, പൊട്ടാസ്യം, ആൽബമിൻ. ഏതാണ് റൈറ്റ് ആൻസർ? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ഈസ് പ്രൈമർലി മെയിൻറ്റൈൻഡ് ബൈ ഏതായിരിക്കും? ഏത് പ്രോട്ടീൻ ആണ്? കാൽസ്യം ആണോ, പൊട്ടാസ്യം ആണോ, ആൽബമിൻ ആണോ, ഗ്ലൂക്കോസ് ആണോ? ആൻസർ ഈസ് ആൽബമിൻ. Next is normal oncotic pressure of plasma. എത്രയാണ്? Normal oncotic pressure of plasma is normal oncotic pressure of plasma is എത്രയാണ്? നോർമൽ ഓങ്കോട്ടിക് പ്രഷർ 25 mmHg ആണ്. ബൈ ഹാർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഡയാലിസിസ് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഡയാലിസിസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഇതിന്റെ ബേസിസിലാണ് ഡയാലിസിസ് വർക്ക് ചെയ്യുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, റിവേഴ്സ് ഓസ്മോസിസ്, കാപ്പിലറി ഫിൽട്രേഷൻ. ഓസ്മോസിസിന്റെ ബേസിസിലാണ് ഡയാലിസിസ് വർക്ക് ചെയ്യുന്നത്. ഓസ്മോസിസ്. നെക്സ്റ്റ് ഈസ് SI unit of osmotic pressure. ഓസ്മോട്ടിക് പ്രഷറിന്റെ SI യൂണിറ്റ് എത്രയാണ്? എന്താണ് പേര്? പാസ്കൽ. SI unit of osmotic pressure is Pascal. ഓക്കെ, ഡിഫ്യൂഷന്റെ ഡെഫിനേഷൻ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുക. ഡിഫ്യൂഷന്റെ ഡെഫിനേഷൻ എന്താണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. മൂവ്മെന്റ് ഓഫ് സോളിഡ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. മൂവ്മെന്റ് ഓഫ് ഒന്ന് എഴുതി വെച്ചേക്കുക, എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യണം, ചോദിക്കുന്നതാണ്. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം higher concentration to lower concentration. ഇപ്പോൾ നോർമൽ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 25 mmHg ആണ്. ഡയാലിസിസ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓസ്മോസിസ് ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഡിഫ്യൂഷന്റെ ഡെഫിനേഷൻ എന്താണ്? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇടയ്ക്ക് ഒരു സെമി പെർവിയർ മെമ്പറൈൻ വന്ന എന്തായത്? ഓസ്മോസിസ് ആയി. ഇനി എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ require a carrier protein, no ATP. No ATP means no energy. Require carrier protein but no energy. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോ ATP എന്നായിരിക്കും ചോദിക്കുന്നത്. നോ ATP or no energy. ഇതിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഒരു കാരിയർ പ്രോട്ടീൻ ആവശ്യമുണ്ട്, പക്ഷെ എന്താ ആവശ്യമില്ല? ATP ആവശ്യമില്ല, എനർജി ആവശ്യമില്ല. ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഡിഫ്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലോയുടെ പേര്. ഡിഫ്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് ഫിക്സ് ലോ, FICKS, ഫിക്സ് ലോ. നെക്സ്റ്റ് ഈസ്
Emulsion is a colloid formed by emulsion is a colloid formed by answer liquid in liquid ആണ് emulsion. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. Fog is an example of liquid in gas. ഇതും എപ്പോഴും പ്രീവിയസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡ് ഇൻ ഗ്യാസ്. എന്തായാലും നമുക്ക് ഏകദേശം ഒരു മാർക്കൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. പക്ഷെ എന്നാലും നമ്മളെല്ലാം ഒന്ന് നോക്കിയിരിക്കണം. ബ്ലഡ് ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡിലാണ് വരുന്നതെന്ന്. Blood is classified as ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡിലാണ് ബ്ലഡ് ക്ലാസിഫൈ ചെയ്യുന്നത്? സോളിലാണ്. Next question. Zigzag movement of colloid. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. Zigzag movement of colloid is known as zigzag movement of colloid is known as zigzag movement of colloid is known as Brownian movement. Brownian movement. പിന്നെ കൊളോയിഡിന്റെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ടിൻഡൽ എഫക്റ്റ്. അതും ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കണേ. അതർ മൂവ്മെന്റ് ഇസ് ടിൻഡൽ എഫക്റ്റ്. ഇനി കൊളോയിഡ് സൊല്യൂഷൻസിലെ ഇമ്പ്യൂരിറ്റീനെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്ന് വെച്ചാൽ ക്രൊമാറ്റോഗ്രാഫിയിലെ ഡയാലിസിസ് ആണ്. കൊളോയിഡൽ സൊല്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇംപ്യൂരിറ്റീസ്. കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? impurities using dialysis. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ബ്ലഡ് ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡിലാണ് വരുന്നത്? സോളിലാണ് വരുന്നത്. സിക്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ എന്താ വിളിക്കാം? ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയും. അതുപോലെ തന്നെ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ ഒരു പ്രത്യേക എഫക്റ്റ് ആണ്, കാറ്റലിസിസ് ഫീച്ചർ ആണ് ടിൻഡൽ എഫക്റ്റ്. ഈ കൊളോയിഡൽ സൊല്യൂഷനകത്തുള്ള ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഓപ്ഷനിൽ സബ്ലിമേഷൻ ഉണ്ട്, ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, ഡയാലിസിസ് ഉണ്ട്, സെൻട്രിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പം ക്രൊമാറ്റോഗ്രഫിയിലേക്കൊക്കെ പോകും. അപ്പം അത് സെപ്പറേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊരു ആദ്യ കഴിഞ്ഞ ദിവസം ക്വസ്റ്റനോട് ചേർത്ത് ഒരു 35 ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള കൊളോയിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള, കൊളോയിഡിന് മാത്രമല്ല ഫിസിക്കൽ കെമിസ്ട്രി, ഇപ്പോൾ സർഫസ് ടെൻഷൻ ആയിക്കോട്ടെ, ഓസ്മോസിസ് ആയിക്കോട്ടെ, കൊളോയിഡ് സൊല്യൂഷനെ കുറിച്ച് ആയിക്കോട്ടെ. അപ്പം ഈ ഓസ്മോസിസ്, സർഫസ് ടെൻഷൻ, കൊളോയിഡ്സ്, വിസ്കോസിറ്റി, ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ഏതെങ്കിലും ഒരു ഒറ്റ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ എന്താണ്, നാളെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ